നോട്ട് നിരോധനത്തിൽ നിന്ന് ഒരു ബിസിനസ്സുകാരന് എന്താണ് പഠിക്കാനുള്ളത്? ഈ ഒരു ഓപ്പറേഷൻസിലൂടെ 13,000 കോടിയാണ് സർക്കാർ ഖജനാവിലേക്ക് എത്തിയത്. 15,41,000 കോടിയുടെ നോട്ട് ആ സമയത്ത് സർക്കുലേഷനിലുണ്ടായിരുന്നു. അതിൽ 15,28,000 കോടിയുടെ നോട്ടും തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ 13,000 കോടിയാണ് റവന്യൂ ആയിട്ട് വരുന്നത്. ഏകദേശം 2,000 കോടി നോട്ട് പ്രിന്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. അവിടെ 4 രൂപ വെച്ച് കൂട്ടുകയാണെങ്കിൽ 8,000 കോടി പ്രിൻറ്റിങ് കോസ്റ്റ്. 1000 കോടിയോളം ഈ നോട്ട് കിട്ടിയ നോട്ട് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കോസ്റ്റ് വന്നിട്ടുണ്ടാവും. ഡിസ്ട്രിബ്യൂഷൻ, ലോജിസ്റ്റിക്സ് അങ്ങനെയൊക്കെ കൂട്ടുകയാണെങ്കിൽ ഒരു 3,000 കോടി അതിന് വന്നിട്ടുണ്ടാവും, ചിലവ് വന്നിട്ടുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ATM റീകാലിബ്രേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരു 2 ലക്ഷത്തോളം ATM ഇന്ത്യയിലുണ്ട്. അത് 2 ടൈമായിട്ട് റീകാലിബ്രേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരു 25,000 ഒരു ATMന് കോസ്റ്റ് കൂട്ടുകയാണെങ്കിൽ 25,000 ഇൻറ്റു 2 50,000 ഇൻറ്റു 2 ലക്ഷം ATM ഓൾമോസ്റ്റ് 1000 കോടി അതിനും ചിലവായിട്ടുണ്ട്. പിന്നെ ബാങ്കിലുള്ള ഓവർ ടൈം അങ്ങനെ മറ്റ് ചിലവുകൾ, ബാങ്കിങ് സെയിലുണ്ടായിരുന്ന മറ്റ് ചിലവ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 2,000 crore. അങ്ങനെ വരുമ്പോൾ 15,000 കോടിയാണ് 13,000 കോടി റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലവായിട്ടുള്ളത്. അതായത് 2,000 കോടിയുടെ ഗ്രോസ് ലോസ് ആണ് ഈ ഓപ്പറേഷനിലൂടെ ഉണ്ടായിട്ടുള്ളത്. അപ്രതീക്ഷിതമായ ഈ നടപടിയിലൂടെ 5-10 ദിവസത്തെ ബിസിനസ് ടോട്ടലി ഇൻറ്ററപ്റ്റഡ് ആയിട്ടുണ്ട്. ആ സമയത്ത് 150 ലക്ഷം കോടിയോളാണ് നമ്മുടെ GDP വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 1% ലോസ് സംഭവിക്കുകയാണെങ്കിൽ 150,000 കോടി നഷ്ടം സംഭവിക്കും. വേണ്ട, അതിൻ്റെ ഒരു ഹാഫ് എടുക്കുകയാണെങ്കിൽ 75,000 crore നമുക്ക് എന്ത് ചെയ്യും, അതിലൂടെ നഷ്ടപ്പെടും. പിന്നെ മറ്റ് എക്സ്പെൻസും കൂടി കൂട്ടുകയാണെങ്കിൽ ഒരു 10,000 കോടിയും കൂടി വരും. അങ്ങനെ വരുമ്പോൾ 1 ലക്ഷം കോടിയാണ് 13,000 കോടി റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്ന് ഒരു ബിസിനസ്സുകാരന് എന്താണ് മനസ്സിലാക്കാനുള്ളത്? താനൊരു ഡിസിഷൻ എടുക്കുമ്പോൾ അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് അവൻ എപ്പോൾ നോക്കണം. ഞാനിപ്പോൾ ഓൾറെഡി ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് പറഞ്ഞു, നോൺ ഫൈനാൻഷ്യൽസ് ആയിട്ടുള്ള പല ഇംപ്ലിക്കേഷൻസും ഉണ്ടാവും. ഈ ഒരു നടപടിയിലൂടെ മീഡിയ റിപ്പോർട്ട് വിശ്വസിക്കുകയാണെങ്കിൽ ക്യൂലും മറ്റുമൊക്കെ നിന്നിട്ട് 100ഓളം ജീവിതമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതൊക്കെ ഒരിക്കലും നമുക്ക് ബുക്കിലോ കണക്കിലോ കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റില്ല. എലിനെ ചുടാൻ വേണ്ടിയിട്ട് ഇല്ലം കത്തിക്കേണ്ട ആവശ്യമില്ല.